നേതൃത്വവും ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2020 ഈ ധർണയിൽ പങ്കെടുക്കാൻ ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്ര പേര് വന്നു ചേർന്നതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഈ നാട് നശിക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ ദുഃഖമുണ്ട് എന്നുണ്ടെങ്കിൽ അവന്റെ നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൻ 2020 ആണെന്ന്. ഇവിടെ സഞ്ജു സാംസൺ 2 പ്രാവശ്യം 2020 ഡക്കൌട്ടായ നമുക്കത് സഹിക്കാൻ കഴിയില്ല. നമ്മൾ അവനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂടും. എന്നാൽ ഒരു MLA അല്ലെങ്കിൽ ഒരു MP അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി എത്ര കട്ടാലും നമുക്ക് അതിന് ചോദ്യം ചെയ്യാനായിട്ടുള്ള കഴിവില്ല. കാരണം നമ്മുടെ വായെല്ലാം അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് റോഡിന്റെ നടുക്ക് സമ്മേളനം നടത്തി എത്ര പേര് ശബ്ദമുയർത്തി. കോടതി വരേണ്ടി വന്നു അതിനെക്കുറിച്ച് ചോദിക്കാൻ. നമ്മള് വണ്ടി സൈഡിൽ കൂടെ എടുത്തുകൊണ്ടുപോയി അല്ലേ? അതായത് ഈ സർക്കാർ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കയറി മീറ്റിംഗ് നടത്തിയാലും നിങ്ങൾ അടുത്ത വീട്ടിൽ പോയി ഇരിക്കുമെന്നുള്ള അല്ലാതെ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല എന്നാണ് കാണിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ധൈര്യമില്ലാത്തവരായിപ്പോയി? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്? എഴുന്നേറ്റ് നിൽക്കാൻ ഇനിയും പഠിക്കാറായിട്ടില്ലേ? നമ്മൾ നമ്മുടെ കുടുംബത്തിന് മുഴുവൻ ഈ നാട് കടത്തി ഇവിടെ ജീവിക്കേണ്ട ഗതികേടാണ്. കൊടുങ്ങല്ലൂർ വീട് കയറി ജനങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ കൊച്ചുങ്ങൾ പ്രായമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ നാഥൻ ഭാര്യനെ എത്രയും പെട്ടെന്ന് ഇറ്റലിയിലേക്കോ ജർമ്മനിയിലേക്കോ വിടാൻ കാത്തു നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിനും ആ കുടുംബത്തിനെയും മക്കൾക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട് കടത്തി ഇവിടെ ജീവിക്കേണ്ട ഗതികേടാണ്. കൊടുങ്ങല്ലൂർ വീട് കയറി ജനങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ കൊച്ചുങ്ങൾ പ്രായമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ നാഥൻ ഭാര്യനെ എത്രയും പെട്ടെന്ന് ഇറ്റലിയിലേക്കോ ജർമ്മനിയിലേക്കോ വിടാൻ കാത്തു നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിനും ആ കുടുംബത്തിനെയും മക്കൾക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരാള് ഇന്ത്യ വിട്ട് വെളിയിൽ പോകണമെന്ന സ്ഥിതിയിലോട്ട് ഈ നാടെത്തി. എന്നിട്ടും നമ്മൾ മിണ്ടാതിരിക്കുന്നു. KSEBിനെ കുറിച്ച് പറയുന്നത് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. എന്തുമാത്രം കൊള്ളയാണ് അത് അല്ലാതെ ഇവിടെ നടക്കുന്നത്. KSEBിയുടെ ശരിയായിട്ടുള്ള കൊള്ള എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു ഗതികെട്ട സ്ഥിതിയിലോട്ട് ഈ സംസ്ഥാനത്തിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുവരിക, എന്നിട്ട് അത് ന്യായമായി പറഞ്ഞുകൊണ്ട് വില കയറ്റുക. സുഹൃത്തുക്കളെ, ഇവിടെ വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കാനായി 50-ലേറെ പ്രോജക്റ്റുകൾ സർക്കാരിന്റെ കയ്യിൽ അനുമതി കാത്തു നിൽക്കുന്നു. വെള്ളത്തിൽ നിന്നും കാറ്റിൽ നിന്നും സോളാറും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്റ്റുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു. കാരണം എന്താണ്? അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് മേടിച്ച് അതിൽ നിന്നും കമ്മീഷൻ അടിക്കണം. കമ്മീഷൻ എവിടെ നിന്ന് കിട്ടുമെന്ന് മാത്രം പഠിക്കാനായിട്ട് അതിന്റെ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന സർക്കാരാണ് ഇന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ടേ? നമ്മൾ എന്താലോചിച്ചാണ് നമ്മൾ നിൽക്കുന്നത്? ഈ പറയുന്ന ചെറിയ രീതിയിൽ നന്നായി ഭരിച്ചു കാണിക്കുന്ന 5 പഞ്ചായത്ത് ഇന്ന് ഈ സംസ്ഥാനത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകൾ മാത്രമാണ്. അത് കണ്ടിട്ടും ഈ കേൾക്കുന്നവരുടെ കണ്ണ് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കണ്ണു തുറക്കേണ്ടി വരില്ല. കാരണം മണ്ണിന്റെ അടിയിൽ കണ്ണു തുറക്കാൻ സാധിക്കില്ലല്ലോ. നിങ്ങൾ മണ്ണിനടിയിൽ പോകാനായിട്ട് അധികം താമസമില്ല. ഈ സർക്കാർ അത് കഴിഞ്ഞ് ഇന്ന് കയ്യിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ഈ മെഴുകുതിരികൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ കത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും പ്രതികരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നും നേടാൻ സാധിക്കില്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു 3 ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷനുകളിൽ ജയിക്കുമ്പോഴും പ്രചരണം നടത്തുമ്പോഴും തുള്ളാനും ചാടാനും ആഹ്ലാദം പ്രകടിപ്പിക്കാനും ജനങ്ങളുണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ ആലോചിച്ചോ? ആ പറയുന്ന 3 ഇലക്ഷനിൽ ചെലവാക്കിയ കാശ് മുഴുവൻ അനാവശ്യമായിരുന്നില്ലേ? അവിടെ ഒരു MP ഉണ്ടായിരുന്നില്ലേ? അവിടെ ഒരു MLA ഉണ്ടായിരുന്നില്ലേ? ഇവരെല്ലാം അത് രാജിവെച്ച് വേറെ സീറ്റ് മത്സരിക്കാൻ പോയത് കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ അവിടെ ചെലവാക്കേണ്ടി വന്നു. ഇവിടെ പെൻഷൻ കിട്ടാതെ സാധാരണക്കാരൻ പട്ടിണി കിടക്കുമ്പോഴാണ് അവിടെ 1000 കോടിയോളം ചെലവാക്കിയിട്ട് ഇലക്ഷനിൽ ആർമാദിച്ചത്. അവിടെ തുള്ളിച്ചാടുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകന് തോന്നിയോ തന്റെ വീട്ടിലോ തന്റെ അയൽവക്കത്തോ താമസിക്കുന്ന ഒരു സാധാരണക്കാരന് കിട്ടേണ്ട കാശാണ് ഈ പറയുന്ന ആളുകൾ ചെലവാക്കിയതെന്ന്? ഇനിയെങ്കിലും ഇവനെല്ലാം രാജിവെച്ച് പുതിയതായി മത്സരിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കണം അതിന്റെ ആവശ്യം എന്താണെന്ന്. ഒരാളെ നിർത്താൻ ഈ പാർട്ടിയിൽ ആളില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പാർട്ടി മത്സരിക്കുന്നത്? ഒരു 3 സീറ്റിൽ നിർത്താനായിട്ട് ആളെ കിട്ടാത്ത മുന്നണി പാർട്ടികളാണോ ഈ സംസ്ഥാനം ഭരിക്കുന്നത്? അതിനുവേണ്ടി നമ്മുടെ കാശെടുത്ത് നമ്മുടെ സാധു ഈ പറയുന്ന ടിവിയിൽ വന്ന എത്രയോ സാധു സ്ത്രീകൾ പറഞ്ഞു
ഭക്ഷണം കഴിക്കാൻ കാശില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് ഇതിന് വല്ലതും മറുപടി പറഞ്ഞ സർക്കാർ? ക്ഷേമ പെൻഷൻ ഔദാര്യമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ സാധാരണക്കാരന്റെ ജീവിതം മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരിക, അവന്റെ ജീവിത സാഹചര്യം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഭരണത്തിൽ വന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് പണക്കാരുടെ വീടുകളിലും അടുക്കളയിലും ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുന്നത്. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ KSB എന്ന് പറയുന്നത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇത് വെറുതെ ഇട്ടു നോക്കുന്നതാണ്. നിങ്ങളുടെ പ്രതികരണ ശേഷി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ പ്രതികരിക്കാതിരിക്കൂ. ഇന്ന് 30 പൈസ, നാളെ 40 പൈസ, അത് കഴിഞ്ഞ് 1 രൂപ, അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ടാക്സും കൂടും, വരവ് ഈ പറയുന്ന ചെലവുകളും കൂടും. അപ്പോഴും നമ്മൾ മിണ്ടില്ല. നമ്മൾ വിചാരിക്കും ഇവിടുന്ന് അങ്ങ് മാറി താമസിക്കുന്നതായിരിക്കും ലാഭമെന്ന്. ഈ രാഷ്ട്രീയക്കാർ തുണ്ണുവീർത്ത് അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ചുറ്റുമുള്ള അനുയായികൾക്കും വേണ്ടി മാത്രമായിട്ട് ഒരു സംസ്ഥാനം മാറ്റിവെക്കുക എന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ കേരളമായിരിക്കും. ഇല്ലെങ്കിലും കണ്ണു തുറക്കൂ സുഹൃത്തുക്കളെ, കണ്ണു തുറക്കൂ. ഞാനിത് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന എല്ലാവരും ഇതൊരു തുടക്കമായിട്ട് കരുതണം. ഇനി മുന്നോട്ടുള്ളത് പ്രതിഷേധങ്ങളുടെ ദിവസങ്ങളായി മാറട്ടെ. ഇനിയുള്ള ഈ അനീതിക്കെതിരെ നമ്മുടെ ശബ്ദമുയർത്തണം, നമ്മൾ അണിനിരക്കണം, ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം. ജയ് 2020.